അപ്പൊ നമ്മുടെ സബ്ജക്റ്റിന്റെ ഫസ്റ്റ് യൂണിറ്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പൊ നമ്മൾ റീറ്റെയിലിങ്ങിനെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നതെന്ന് ഓൾറെഡി നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റീറ്റെയിൽ സിനാരിയോ ആണ്. അതിന്റെ പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്താണ് റീറ്റെയിൽ സിനാരിയോ എന്ന് ചോദിച്ചാൽ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറെ റീറ്റെയിലേഴ്സിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷോപ്സിന്റെ പേരും നമ്മൾ ഇതൊക്കെ ലൈഫ് സ്റ്റൈല്, വിശാൽ മാർട്ട് അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും, വെസ്റ്റ് സൈഡ് പോലുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്താണ് ഒരു റീറ്റെയിലിംഗ് ബിസിനസ് എന്നും എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കാം. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ് റീറ്റെയിലിംഗ്, അതായത് റീറ്റെയിലിംഗ് എന്നൊരു ടേം കൊണ്ട് അല്ലെങ്കിൽ എന്താണ് റീറ്റെയിലിംഗ് ബിസിനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്കണോമിയിലായിക്കോട്ടെ ആ ഒരു റീറ്റെയിലിംഗ് ബിസിനസിന്റെ അല്ലെങ്കിൽ റീറ്റെയിലിംഗ് ഇൻഡസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലെ റീറ്റെയിലിംഗ് സെക്ടറിന്റെ ആ ഒരു സ്ട്രക്ചർ ഏത് രീതിയിലാണെന്ന് നോക്കും. അതുപോലെ തന്നെ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ്, അതായത് ഇന്റർനാഷണൽ ലെവലിൽ എങ്ങനെയാണ് ഒരു റീറ്റെയിൽ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നതും പിന്നെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് അല്ലെങ്കിൽ എന്താണ് റീറ്റെയിലിംഗ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ അതിനെ അഫക്ട് ചെയ്തിട്ടുള്ളതെന്നും പിന്നെ നമ്മുടെ ലിബറലൈസേഷൻ നമ്മൾ കേട്ടുള്ള ഒരു ടേം ആണ്. അത് എങ്ങനെയാണ് അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ഒരു റീറ്റെയിലിംഗിലേക്ക് എന്തൊക്കെയാണുള്ളത് നമ്മൾ നോക്കും. ഫസ്റ്റ് നമുക്ക് എന്താണ് റീറ്റെയിലിംഗ് എന്ന് നോക്കാം. റീറ്റെയിലിംഗ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താണ്, ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ആക്ടിവിറ്റി ആണ്. അവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ സാധനങ്ങൾ സെല്ല് ചെയ്യുന്നു. എങ്ങനെ, ഡയറക്ട്ലി ടു അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്, അതായത് നമുക്ക് ഫൈനൽ കസ്റ്റമേഴ്സ്, അതായത് ഏറ്റവും അവസാനം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വ്യക്തിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു പേസ്റ്റ് ആണെന്നിരിക്കട്ടെ, നമ്മൾ ആരാണ്, അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ആണ്. കാരണം നമ്മൾ ആ പേസ്റ്റ് മേടിച്ചിട്ട് നമ്മളാണ് പല തേക്കുന്നത്, അല്ലെങ്കിൽ ഞാനത് മേടിച്ചിട്ട് ഞാൻ വേറൊരാൾക്ക് പോയി വിൽക്കുന്നില്ല. സോ ദാറ്റ് ഈസ് റീറ്റെയിലിംഗ് ബിസിനസ്. നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറക്ട്ലി സെല്ല് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആക്ടിവിറ്റിയാണ് റീറ്റെയിൽ സെല്ലിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു പ്രോഡക്റ്റ്, ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾസ് ആണെന്നിരിക്കട്ടെ, റീറ്റെയിൽ ഷോപ്സ് എന്ത് ചെയ്യുന്നു, ഡയറക്ട്ലി കൺസ്യൂമേഴ്സിന് കൊടുക്കും. അവരത് മേടിച്ചിട്ട് വീട്ടിൽ പോയി കറി വെക്കും. സോ അവിടെ കൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് ഡയറക്ട്ലി സെല്ല് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഇനി അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതൊരു എ സെറ്റ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ക്യാരിഡ് ഓൺ ടു അക്കംപ്ലിഷിംഗ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ പർപ്പസ് ഓഫ് പേഴ്സണൽ, ഫാമിലി ഓർ ഹൗസ് ഹോൾഡ് യൂസ്, വെദർ performed in a store or by a form of non-selling. അതായത് ഇതെന്താണ്, ഒരു സെറ്റ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇതൊരു എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. ഒരു ഗുഡ്സിന്റെ ഒരു എക്സ്ചേഞ്ച് ആണ്, ഒരു ഗുഡ്സിന്റെ സർവീസിന്റെ എക്സ്ചേഞ്ച് ആണ്. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇത് പേഴ്സണൽ യൂസിനായിരിക്കാം, ഫാമിലി യൂസിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു ഹൗസ് ഹോൾഡ് യൂസിനായിരിക്കാം. അത് ചിലപ്പോൾ എങ്ങനെയായിരിക്കും, ഒരു സ്റ്റോർ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നോൺ സെല്ലിംഗ് രീതിയിലായിരിക്കും ഇത് പെർഫോം ചെയ്യുന്നത്. ഇനി റീറ്റെയിലിംഗിന്റെ ഏതൊക്കെ സെക്ടേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇനി ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ വേരിയസ് സെക്ടേഴ്സ് നമുക്ക് കാണാം. ഒന്ന് ഫുഡ് ഐറ്റംസ് ആണ്, ഫുഡ് ഇൻവോൾവ് ആണ്. കൺസ്യൂമർ ഡ്യൂറബിൾ ഐറ്റംസ് ഉണ്ട്, ലേഷ്യർ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് റിലേറ്റഡ് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, ഫാഷൻ ആൻഡ് ആക്സസറീസ് ഉണ്ട്, ഹെൽത്ത്, ബ്യൂട്ടി, ഫാർമ അല്ലെങ്കിൽ വെൽനസ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്, ടെലികോം ഉണ്ട്, ബുക്ക് ആൻഡ് മ്യൂസിക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു വേരിയസ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ ഇൻവോൾവ് ആണ്. ഇനിയും റീറ്റെയിലിംഗിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീറ്റെയിലിംഗ് എന്താണ്, ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് നമ്മുടെ GDP-യുമായിട്ട്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയിട്ടുള്ള നമ്മുടെ GDP-യിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 10%. അതായത് നമുക്കറിയാം നമ്മുടെ GDP എന്ന് പറയുന്നത് നമ്മുടെ നേഷന്റെ ഒരു ഇൻകം ആണ് കാണിക്കുന്നത്. പെർ ക്യാപിറ്റ ഒക്കെ നമ്മൾ കേട്ടുള്ള ടേംസ് അല്ലേ. സോ അവിടേക്ക് നമ്മുടെ റീറ്റെയിലിംഗ് പല പല ബിസിനസ് നമ്മൾ കോൺട്രിബ്യൂഷൻ നടത്തുന്നതിൽ റീറ്റെയിലിംഗിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു 10% കൊടുക്കുന്നത് ആരാണ്, നമ്മുടെ റീറ്റെയിലിംഗ് ബിസിനസ് ആണ്. ഇതിലുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി നോക്കുമ്പോഴത്തേക്കിന് റീറ്റെയിൽ ബിസിനസ്സിൽ വളരെയധികം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഒരു റീറ്റെയിലിംഗ് ബിസിനസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സെക്കൻഡ് ലാർജസ്റ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഫിനാൻസിന്റെ മൊബിലൈസേഷനിലേക്ക് നോക്കുമ്പോഴത്തേക്കിന് നമുക്കൊരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ എന്താണ് ഒരു റീറ്റെയിലിംഗ് ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് എന്ത് ആവശ്യമില്ല, ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഒന്നും ആവശ്യമില്ല. ചെറിയൊരു റീറ്റെയിലിംഗ് ഷോപ്പാണ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതുപോലെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് നമുക്ക് ചെലവ് വരുന്നത്.
കൺസ്യൂമറിന്റെ അല്ലെങ്കിൽ കസ്റ്റമർ കൺവീനിയൻസ് നോക്കുമ്പോഴത്തേക്കിന് കസ്റ്റമർ ഗെറ്റ് ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ എ സിംഗിൾ റൂം. അതായത് നമ്മളൊന്നും ചെയ്യും, നമ്മളൊരു റീറ്റെയിൽ ഷോപ്പിൽ പോകുന്നു, നമ്മൾ നേരത്തെ കണ്ട ഒരു ഫോർ എക്സാമ്പിൾ ഒരു എന്താ പറയാ വിശാൽ മാർട്ട് അതാണെന്നിരിക്കട്ടെ. അവിടെ നമ്മൾ പോകുമ്പോഴത്തേക്കിന് നമ്മൾ കാണുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെ വിശാൽ മാർട്ടിൽ നമുക്ക് ഡ്രസ് അവൈലബിൾ ആണ്, സാൻഡൽസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഗ്രോസറീസ് അവൈലബിൾ ആണ്, മെൻസ് വെയർ ഉണ്ട്, കിഡ്സ് വെയർ ഉണ്ട്, സ്റ്റേഷനറി പ്രോഡക്ട്സ് ഉണ്ട്. സോ ഒരു റൂഫിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്കുണ്ട്. മാത്രമല്ല നമുക്ക് സെയിം സാധനത്തിന്റെ തന്നെ ഇപ്പൊ നമ്മളൊരു എന്താണ് ഒരു സോപ്പാണ് മേടിക്കുന്നത്, സിമ്പിൾ ആയിട്ട് നമുക്ക് സോപ്പ് വിചാരിക്കും. സോപ്പാണ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടെ ഒരു ഒറ്റ ബ്രാൻഡിന്റെ സോപ്പ് അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ പല സാധനങ്ങളുണ്ട്. സോപ്പ് ഉണ്ടായിരിക്കാം, ബ്രഷ് ഉണ്ടായിരിക്കാം, തുണി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അരി ഉണ്ടായിരിക്കും, പല സാധനങ്ങൾ വിശാൽ മാർട്ടിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ സോപ്പിന്റെ സെക്ഷനിൽ പോകുമ്പോൾ തന്നെ അവിടെ പലതരത്തിലുള്ള പല ബ്രാൻഡിന്റെ സോപ്പ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ട്. സോ ഇതാണ് പറയുന്നത്, നമുക്ക് ലാർജ് നമ്പർ ഓഫ് എന്താണ് ഐറ്റംസ് ഒരു സിംഗിൾ റൂഫിൽ കിട്ടാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ ചോയ്സ് അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിന്റെ പ്രിഫറൻസ് അനുസരിച്ചോ, ചിലപ്പോൾ നമുക്ക് ഇന്ന ബ്രാൻഡ് ആയിരിക്കും ഒരു ഇഷ്ടം, ചിലപ്പോൾ പിയേഴ്സിന്റെ സോപ്പ് ആയിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ഡവിന്റെ സോപ്പ്. നമുക്ക് അത് നമ്മുടെ ബ്രാൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ അതല്ല മാനുഫാക്ചർ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് രണ്ട് എക്സ്ട്രീം, അതായത് ഒന്ന് മാനുഫാക്ചർ ചെയ്യുന്നു, വന്നത് യൂസ് ചെയ്യുന്ന അൾട്ടിമേറ്റ്, അവർ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കാനായിട്ട് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ കസ്റ്റമർ, കൺസ്യൂമർ ആൻഡ് മാനുഫാക്ചർ. അവരെന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഗ്യാപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ മാനുഫാക്ചർ എന്ത് ചെയ്യുന്നു, റോ മെറ്റീരിയൽസ് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുകയും റീറ്റെയിൽ ഇത് മേടിച്ചിട്ട് ആർക്ക് കൊടുക്കുന്നു, നമ്മുടെ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നു. അപ്പൊ അവരൊരു ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അവർക്ക് ഇടനിലക്കാരൻ എന്ന നിലയിലാണ് ഈ റീറ്റെയിലേഴ്സ് പെരുമാറുന്നത് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തിക്ക് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ റീറ്റെയിൽ ചെയ്യുന്ന, ഇപ്പൊ ഞാനാണ് ഒരു കട നടത്തുന്നതെങ്കിൽ എന്റെ ഷോപ്പിൽ വരുന്ന ആളുകൾ കൂടുതൽ ഏത് പ്രൊഡക്റ്റ് ആണ് മേടിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഒരു 10 പ്രൊഡക്റ്റ് വീതം എല്ലാം ഞാൻ ബ്രാൻഡിൽ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ സോപ്പ് ഐറ്റം തന്നെ ഞാൻ പിയേഴ്സിന്റെ വെച്ചു, ഡവിന്റെ വെച്ചു, ചന്ദ്രിക വെച്ചു, മെഡിമിക്സ് വെച്ചു, സന്തൂർ വെച്ചു, നമ്പർ അങ്ങനെ കുറെ സോപ്പ് വെച്ചേക്കുന്നത് 10 വീതമാണെന്ന് ഒരു എക്സാമ്പിൾ ചെയ്യണം, അല്ലെങ്കിൽ 100 വീതം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വരുന്ന കൺസ്യൂമേഴ്സ് ഒരു മന്തിന്റെ ഞാൻ ലിസ്റ്റ് എടുക്കുന്നു, ഈ 100 എത്ര വിറ്റ് പോയി എന്ന് അറിയുമ്പോൾ എനിക്ക് ഒരുവിധം മനസ്സിലാകും അവർ ഏത് പ്രോഡക്റ്റ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ പെർ ഡേ നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഇന്നത്തെ കസ്റ്റമേഴ്സ് എത്ര നമ്മൾ എടുത്തു ആ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്തു. സോ ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് നമ്മുടെ ആ ഒരു മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തിക്ക് നമുക്ക് കൊടുക്കാനും അവർക്ക് അതനുസരിച്ച് പ്രൊഡക്റ്റുകൾ, അതല്ല എങ്കിൽ എന്താണ് അവർക്ക് ഇന്ന ആവശ്യമാണ്, അവർ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ആണ് അതിൽ നോക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അവർക്ക് ആ ഒരു സജഷൻസ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് നമ്മളെ റീറ്റെയിലേഴ്സ് ഹെൽപ്പ് ചെയ്യും, റീറ്റെയിൽ ബിസിനസ് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ എൻവയോൺമെന്റിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻസ് നടത്തുന്നു, ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് സിന്തറ്റിക് ക്യാരി ബാഗ്സ് ഒന്നും കൊടുക്കാത്ത പേപ്പർ ബാഗ്സ്, മിക്കയിടങ്ങളിലും അങ്ങനെ പേപ്പർ ബാഗ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ക്യാരി ബാഗ് കൊണ്ടുപോയിട്ട് മേടിച്ചുകൊണ്ട് വരുന്നത്. സോ അങ്ങനെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ അവർ എൻവയോൺമെന്റിലേക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ സൊസൈറ്റി, നമുക്കറിയാം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവർക്കും ഉണ്ട്, അതിലേക്കും അവർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ട്രെൻഡ് സെറ്റേഴ്സ് എന്ന് പറഞ്ഞ ഇവരാണ് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന ആളുകൾ. അതായത് പുതിയ ട്രെൻഡ് വരുമ്പോഴത്തേക്കും അതിനെ കൂടുതലായിട്ടും പ്രാഥമികമായിട്ട് അതിനെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൈമറിലി പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ റീറ്റെയിലേഴ്സ് ആണ്. സോ ഈ ഒരു ട്രെൻഡ് വരുമ്പോൾ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, ഇപ്പൊ നമ്മളായാലും ശരി ചില കടയിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു ബ്രാൻഡ് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കും, നല്ല ഉപയോഗമായിരിക്കും, അല്ലെങ്കിൽ നല്ല ഇത് ആൾക്കാർ യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയുന്നുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇത്ര പൈസയേ ഉള്ളൂ, നമ്മൾ കൺവിൻസ് ചെയ്യാറില്ല. സോ അവരെന്ന് പറഞ്ഞ ഒരു പ്രൈമറി പ്രൊമോട്ടേഴ്സ് ആണ് ഈ റീറ്റെയിൽസ് എന്ന് പറയുന്നത്. പുതിയൊരു ട്രെൻഡ് കൊണ്ടുവരുമ്പോൾ നമുക്ക് അവരെയും കൊണ്ട് ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ന്യൂ ഏരിയ ഓഫ് സ്റ്റഡിയിൽ പറയുന്നത് റാപ്പിഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് റീറ്റെയിലിന്റെ ഗ്രോത്ത് എന്ത് ചെയ്തിരിക്കുന്നു, ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് ഏരിയ ഓഫ് സ്റ്റഡി, അതായത് നമ്മൾ ബാച്ചിലർ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ റീറ്റെയിലിംഗ് തുടങ്ങിയ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയെ ഇനിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ റീറ്റെയിലിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ല എംകോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഇൻ എന്താ അങ്ങനെയുള്ള നമ്മൾ സ്പെസിഫിക് പറയുന്ന പോലെ നമുക്ക് ഇപ്പൊ എന്തുണ്ട്, റീറ്റെയിലിംഗിന് മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും ഒക്കെ ഉണ്ട്. ഈ ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഒരു റീറ്റെയിലർ പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, ഫസ്റ്റ് എന്താണ്, അയാൾ ബൈ ചെയ്യുന്നു, അസംബിൾ ചെയ്യുന്നു. അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചറിൽ നിന്നും മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് അസംബിൾ ചെയ്യുന്നു, അതുപോലെ അത് സ്റ്റോർ ചെയ്യുന്നു, അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. അതായത് നമ്മൾ ഈ തുണിയുടെയൊക്കെ സ്ഥലത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ പ്രതിമയിലൊക്കെ തോന്നും. സോ അത് പ്രോപ്പർ ആയിട്ട്, അതായത് ആളുകൾ കാണത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നു.
ഡിസ്പ്ലേ ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ സർവീസിന് ശേഷവും എന്ത് ചെയ്യുന്നു, ആഫ്റ്റർ സെയിൽസ് സർവീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ബ്രിഡ്ജസ് ദ ഗ്യാപ്പ്, ആ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മാനുഫാക്ചറും ആ ഒരു കൺസ്യൂമറും തമ്മിലുള്ള ഗ്യാപ്പിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ബ്രാൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയ ട്രെൻഡ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നു, ഫീഡ്ബാക്ക് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ റീറ്റെയിലിംഗിന്റെ ട്രെൻഡ്സ്, എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ റീറ്റെയിലിംഗിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, കുറച്ച് ഫാക്ടേഴ്സും അതിന്റെ ഡീറ്റെയിൽസും ആണ് നമ്മൾ ഫസ്റ്റ് ടേബിളിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് ഇൻകം ആണ് നമ്മുടെ ഫാക്ട്. അതായത് എമേർജിംഗ് ട്രെൻഡ്സിനെ കുറിച്ചാണ്. ഗ്രോയിങ് ഇൻകം, അവിടെ ഡീറ്റെയിൽസ് നോക്ക്. 2020 ഇന്ത്യ ആകുമ്പോഴത്തേക്കും ബൈ 2030 ഇന്ത്യ വിൽ ആഡ് 140 million middle income and 21 million high income household, leading to a huge emerging middle class. 2030 ഒരു കണക്കാണ് പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആഡ് ചെയ്യും മിഡിൽ ഇൻകത്തിലേക്ക് എത്രയാണ്, 140 മില്യനും ഹൈ ഇൻകം ഹൗസ് ഹോൾഡിലേക്ക് 21 മില്യനും നമ്മൾ ആഡ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്തിലേക്ക്, ഒരു എമേർജിംഗ് മിഡിൽ ക്ലാസിന്റെ ഒരു എമേർജിംഗ് അല്ലെങ്കിൽ എന്താണ് ലീഡിങ്ങിലേക്കാണ് അത് നയിക്കുന്നത്. പിന്നെ ഓൺലൈൻ സ്പ്രെഡിങ് കൂടാനായിട്ടുള്ള സാധ്യതയാണ്. അതായത് ഓൺലൈൻ ഷോപ്പേഴ്സ് എന്ത് ചെയ്യുന്നു, അവരൊരു 2030 ആകുമ്പോഴത്തേക്ക് ഒരു 500 മില്യൺ അല്ലെങ്കിൽ അതിൽ പ്ലസ് ഒരു 150 നിന്നും, അതായത് നമ്മുടെ 2020 ഒരു 150 മില്യൺ ഉള്ള അല്ലെങ്കിൽ പ്ലസ് മില്യൺ ഉള്ളവരെ 2030 ആകുമ്പോഴത്തേക്ക് ഒരു 500 മില്യൺ ഉള്ള ഓൺലൈൻ ഷോപ്പേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് പ്ലാറ്റ്ഫോംസ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഒരുപാട് റീറ്റെയിലിംഗ് സെല്ലിംഗ് ഓൺലൈൻ സൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഗ്രോത്ത് ഓഫ് റൂറൽ കൺസംഷൻസ്, റൂറൽ കൺസംഷൻ നോക്കുമ്പോൾ റൂറൽ പെർ ക്യാപിറ്റ കൺസംഷൻ വിൽ ഗ്രോ 4.3 times ബൈ 2030. 2030 ആകുമ്പോഴത്തേക്കിന് നമ്മുടെ റൂറൽ കൺസംഷന്റെ പെർ ക്യാപിറ്റ കൺസംഷൻ എന്ന് പറയുന്നത് 4.3 ഇൻക്രീസ് ചെയ്യുമെന്നും, നമ്മുടെ അർബൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 3.5 ആണെന്നാണ് പറയുന്നത്. പിന്നെ യങ് മില്യൻ ഹൗസ് ഹോൾഡ്, അവിടെ നമ്മൾ പറയുന്നത് ഇന്ത്യ എന്ത് ചെയ്യും, 90 മില്യൺ പുതിയ ഹൗസ് ഹോൾഡിലേക്ക് 90 മില്യൺ ഏകദേശം അതിനോട് അടുപ്പിച്ച് ആഡ് ചെയ്യുകയും, അതായത് ലിബറലൈസ്ഡ് ഇന്ത്യയില് എന്താണ് ബർത്ത് എടുത്തവരല്ലാതെ എന്താണ് അതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പറയുന്നത് ലിബറലൈസ്ഡ് ചെയ്ത ഇന്ത്യയിൽ ജനിച്ച മില്യനുകൾക്ക് നയിക്കുന്ന 90 ദശലക്ഷം അല്ലെങ്കിൽ 19 മില്യൺ പുതിയ കുടുംബങ്ങളെ ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കുമെന്നും 2025 ഈ രാജ്യത്തിന്റെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 29 ആകും. വിത്ത് വേൾഡ് ലാർജസ്റ്റ് സ്കിൽഡ് മാൻ പവർ പൂൾ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ 600 ദശലക്ഷം മനുഷ്യശേഷിയുള്ള ഇതായിട്ട് നമ്മൾ മാറും എന്നാണ് പറയുന്നത്. അതായത് 2025 കൂടി ഇന്ത്യയുടെ ശരാശരി പ്രായം, ആവറേജ് ഏജ് എന്ന് പറയുന്നത് 29 ആകും. അതിലൂടെ എന്താണ്, വേൾഡിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള സ്കിൽഡ് മാൻ പവർ എന്ന് പറയുന്നത് 600 മില്യൺ പ്ലസ് ആകും 2025 കൂടി എന്നാണ് പറയുന്നത്. ഓർഗാനിക് ഗ്രോത്തിനെ കുറിച്ച് പറയുന്നത് മോഡേൺ ഇന്ത്യ റീറ്റെയിലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 15%, CAGR-ന്റെ 15% എന്നത് 18 ആയിട്ട് 2025 കൂടി മാറും എന്നാണ് പറയുന്നത്. മേജർ റീറ്റെയിൽ കാറ്റഗറീസ് ആയിട്ടുള്ളത്, അതായത് ഓർഗനൈസ്ഡ് റീറ്റെയിൽ പെനിട്രേഷൻ പറയുന്നത് സച്ച് അപ്പാരൽസ്, ആക്സസറീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് 18% എന്നും, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള 6%, അല്ലെങ്കിൽ ഹോം ലിവിംഗ് ആയിട്ടുള്ള 6% എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓർഗനൈസ്ഡ് റീറ്റെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഒരു ഓർഗനൈസ്ഡ് ഗ്രോത്തിനെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെ കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് അവിടെ പറയുന്നത് ഷിഫ്റ്റ് ടു ഓർഗനൈസ്ഡ് റീറ്റെയിൽ ആണ്. അതായത് ഇന്ത്യ എന്തായി, ഒരു ഓർഗനൈസ്ഡ് റീറ്റെയിൽ സെക്ടറിലേക്ക് മാറും. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു ഓർഗനൈസ്ഡ് റീറ്റെയിലേക്ക് മാറാനായിട്ടുള്ള ഒരു ഇതിലാണ്. പക്ഷെ എന്താണ്, ഒരുപാട് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ നിന്നും ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അൺഓർഗനൈസ്ഡ് ആകുമ്പോൾ ലോഡ് ഓഫ് ലിമിറ്റേഷൻസ് അതെ. സോ എന്നാലും ഒരു ഷിഫ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിന്റെ അഡാപ്റ്റേഷനെ കുറിച്ച് പറയുന്നത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അവർ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ ബ്രൗസിംഗ് ഉണ്ട്, അവരുടെ പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാറ്റഗറീസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, SKU സെറ്റ്സ് ഒക്കെ ലാർജറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുണ്ട്, സിംഗിൾ വിൻഡോ ബില്ലിംഗ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹോം ഡെലിവറീസ് കൊടുക്കുന്നുണ്ട്, ടെലിഫോൺ അല്ലെങ്കിൽ ഓൺലൈൻ ഓർഡറിംഗ്, അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഈ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡൈസ്റ്റോസ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ, ഡൈസ്റ്റോസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, കസ്റ്റമറിന്റെ പർച്ചേസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതായത്
സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞത് റെഡ്യൂസ് ചെയ്യുകയും ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അതിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ എൻഹാൻസ് ചെയ്യുന്നു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൂട്ടാൻ. അത് ഫുഡിലായിക്കോട്ടെ, ഷോപ്പിംഗ് ആയിക്കോട്ടെ, എന്താണ് എന്റർടൈൻമെന്റ് റിലേറ്റഡ് ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ അതിനെ എൻഹാൻസ് ചെയ്യാണ് ഷോപ്പിംഗ് എക്സ്പീരിയൻസിലേക്ക്. പിന്നെ മോൾ മാനേജ്മെന്റ് സ്ട്രക്ചറിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരെന്ത് ചെയ്യും, റീറ്റെയിൽ എക്സ്റ്റേറ്റ്, ലീസിംഗ് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ മോളുകാർ എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യും. മോൾ ഓപ്പറേഷൻസ് അവർ പ്രോപ്പർ മോൾ മാനേജ്മെന്റ് കമ്പനീസ് ഹാൻഡിൽ ചെയ്യും. പിന്നെ റീറ്റെയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് മോൾ മാനേജ്മെന്റ് സർവീസസിനാണ്. ഡെവലപ്പേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ എൻഡിങ് പോസ്റ്റ് ഡീസ് ആണ്. പിന്നെ ഗ്രോത്ത് ഓഫ് ഓർഗനൈസ്ഡ് റീറ്റെയിലിൽ പറയുന്നത്, ഓർഗനൈസ്ഡ് റീറ്റെയിൽ ഇന്ത്യയിൽ റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഒരു 1990 മുതൽ 50 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് അതിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ലീസിബിൾ മോൾ എന്ന് പറഞ്ഞ സ്പേസ് ഓപ്പറേഷണൽ എന്ന് പറയുന്ന ടോപ്പ് 7 സിറ്റീസിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ റീറ്റെയിലിംഗിൽ പറയുന്നത് DLF മോൾസിനെ കുറിച്ചാണ്. ഡൽഹി ലാൻഡ് ആൻഡ് ഫിനാൻസ് DLF മോൾസിൽ നമ്മുടെ സൈസ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 4.2 മില്യൺ സ്ക്വയർ ഫീറ്റ് ഉണ്ട് അവർക്ക് റീറ്റെയിൽ സ്പേസ് ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 8 സർട്ടിഫൈഡ് ആണ്, അത് 3.45 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ്. പിന്നെ അപ്കമിങ് പ്രോജക്ട്സ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 2.3 മില്യൺ ആണ് അവർ അപ്കമിങ് ആയിട്ടുള്ള സ്ക്വയർ ഫീറ്റിന്റെ ആ ഒരു അപ്കമിങ് പ്രോജക്റ്റിന്റെ ഏരിയ. പിന്നെ ബ്രാൻഡ് പ്രസൻസിനെ കുറിച്ച് നോക്കുമ്പോൾ ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡ്സ് എന്ന് പറയുന്നത് 900+ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കസ്റ്റമർ റീച്ച് എന്ന് പറയുന്നത് 62 മില്യൺ ആനുവൽ കസ്റ്റമേഴ്സ് ആണ് ഉള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ചെറിയൊരു ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ ഒരു ഓർഗനൈസ്ഡ് റീറ്റെയിൽ എങ്ങനെയാണെന്ന് നോക്കും, നമുക്ക് നോക്കാം. എങ്ങനെയാണ് അതിന്റെ ഒരു ഉത്ഭവം എന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഹിസ്റ്ററി ഓഫ് ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് ഇൻ ഇന്ത്യയിൽ നോക്കുമ്പോൾ സ്പെൻസർ പ്ലാസയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഫസ്റ്റ് പറയുന്നത് അണ്ണാ സാലൈ, അതായത് ചെന്നൈയിലെ ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്ത്, അപ്പൊ അവിടെ നിന്നൊക്കെയാണ് നമ്മളിങ്ങനെ ഓരോരോ സെക്ടറായിട്ട് നമ്മൾ എമേർജ് ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. സ്പെൻസർ പ്ലാസയാണ് ഫസ്റ്റ് പറയുന്നത്. അത് ഒറിജിനലി ബിൽഡ് ചെയ്തത് സ്പെൻസർ ആൻഡ് കമ്പനി ലിമിറ്റഡ് 1895 അതായത് ബ്രിട്ടീഷ് രാജ് ആ ഒരു ടൈം പീരീഡിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തത്. അവർ വീണ്ടും അത് റീകൺസ്ട്രക്ട് ചെയ്തിരുന്നു 1985. അത് 1895 വരികയും 1985 അത് റീകൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്തു അതിന്റെ ഒറിജിനൽ സൈറ്റിൽ അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിലായിട്ട്. സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പഠിച്ച് ജസ്റ്റ് നമ്മൾ നോക്കി വെക്കുക. കാരണം എങ്ങനെയാണ് ഒരു റീറ്റെയിലിംഗ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ ഇവരൊക്കെയാണ് അത് സ്റ്റാർട്ടിങ്. പിന്നെ സുഭിക്ഷ റൈസ് ആൻഡ് ഫോളിനെ കുറിച്ച് പറയുന്നത് അവരുടെ ഒരു വളർച്ചയും താഴ്ചയും. ഒജിൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ IIMA അലൂമിനി അവര് ഫൗണ്ട് ചെയ്ത ഒന്നാണ്. ഇന്ത്യയുടെ ലാർജസ്റ്റ് റീറ്റെയിൽ ചെയിൻ ആയിട്ട് അത് മാറി. 1665 സ്റ്റോർസോടെ അത് വന്നിരുന്നു. അവരുടെ ഒരു നോൺ ഫ്രിൽസ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഫോർമാറ്റ് കൊണ്ട് അത് ഫേമസ് ആയിരുന്നു. അതായത് ആ ഒരു അതിന്റെ ഗ്രോത്തിനെ കുറിച്ചും ഒറിജിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതിന്റെ ചാലഞ്ചസ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടീസ്, ഒരു ഗ്ലോബൽ റിസഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഡിഫിക്കൽസ്, അതായത് ആഗോളപരമായിട്ട് ഒരുപാട് മാന്ദ്യം കാരണം വരുമ്പോഴത്തേക്കും റിസഷൻസ് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഓവർ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഫെയിലിയറിലേക്ക് നയിക്കും. പിന്നെ സ്ട്രഗിൾ ചെയ്യുന്ന വിത്ത് പേയിങ് റെന്റ് അല്ലെങ്കിൽ എംപ്ലോയി സാലറീസ്, റിസൾട്ടിങ് ഇൻ ഓപ്പറേഷണൽ സ്റ്റോഴ്സ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു സ്ട്രഗിൾസ് അവർക്ക് അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഗ്രോയിങ് ട്രെൻഡ്സിന്റെ അല്ലെങ്കിൽ ഗ്രോത്ത് ട്രെൻഡ്സിനെ കുറിച്ച് നോക്കുമ്പോൾ റീറ്റെയിൽ സ്ട്രക്ചേഴ്സ് എന്താണ് ഒറിജിനലി, അതായത് ഓർഗാനിക്കലി, അതായത് ഇന്റേണൽ ആയിട്ടും ഇൻഓർഗാനിക് ആയിട്ട് നോക്കുമ്പോൾ ന്യൂ സ്റ്റോഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കാറ്റഗറിയിലും ഒക്കെ ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് സാധിക്കും. അതായത് ഒരു ഇന്റേണൽ ഗ്രോത്തും ഒരു എക്സ്റ്റേണൽ, അതായത് ന്യൂ സ്റ്റോഴ്സ് പ്രൊഡക്റ്റ് ഒക്കെ വന്നിട്ട് ഒരു പുതിയ ഒരു എക്സ്റ്റേണൽ ഗ്രോത്തും ഒക്കെ ഉള്ള ഒന്നാണ് റീറ്റെയിലിംഗ് സെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നോൺ സ്റ്റോർ റീറ്റെയിലിംഗ് ഉണ്ട്. ഒമ്നി ചാനൽ റീറ്റെയിലിംഗ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ്, എം കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ അല്ലെങ്കിൽ കൊമേഴ്സ്, അങ്ങനെയുള്ള ആൻഡ് ഡ്രൈവിംഗ് ഗ്രോത്ത്, അവരൊക്കെ എന്താണ് പുതിയ പുതിയ എമേർജിംഗ് ട്രെൻഡ്സ് ഈ ഒരു ഫീൽഡിൽ വരുന്നുണ്ട്. എമേർജിംഗ് ഫോർമാറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24/7 കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്. അതായത് 24/7 എന്ന് പറഞ്ഞാൽ നമുക്കും അത് കൺവീനിയന്റ് ആണ്, യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഡിജിറ്റൽ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ റീറ്റെയിൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ്. സോ അങ്ങനെയുള്ള എമേർജിംഗ് ഫോർമാറ്റ്സും ഉണ്ട്. ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് എന്താണ്, ഇന്റഗ്രേഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ്, പുതിയ പുതിയ ടെക്നോളജീസ് എടുക്കാൻ പോകുന്നു, പേയ്മെന്റ് മെക്കാനിസംസ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ കസ്റ്റമർ എക്സ്പെൻഡേഷൻസിന്റെ ഇവോൾവ്മെന്റ് ഉണ്ടാവുന്നു. അതൊക്കെ എന്താണ് ഫ്യൂച്ചർ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഈ ഒരു റീറ്റെയിൽ സെക്ടറിന്റെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് അത് കാണിക്കുന്നത്. ഇനി ഗ്ലോബൽ ട്രെൻഡ് നമുക്ക് നോക്കാം. ഗ്ലോബൽ ട്രെൻഡിൽ എങ്ങനെയാണ് റീറ്റെയിലിംഗ്
വാൾമാർട്ട് ഇന്ത്യയിൽ നോക്കുമ്പോഴത്തേക്കും അതിന്റെ കൺട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള പേരായിരിക്കും റാങ്ക്. റീറ്റെയിലേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. വാൾമാർട്ടിൽ നോക്കുമ്പോഴത്തേക്കും അത് USA-യിലാണ് അതിന്റെ കൺട്രി എന്ന് പറഞ്ഞ് 26 രാജ്യങ്ങളിലാണ് ഇന്നത് പ്രവർത്തിക്കുന്നത്. പിന്നെ സെക്കൻഡ് നമ്മൾ വളരെ കേട്ടിട്ടുള്ളതായിരിക്കും. സെക്കൻഡ് വൺ ഈസ് Amazon.com ഇൻകോർപ്പറേറ്റ്. അതാണ് USA-യിലാണ് അതും. അത് 21 സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ 21 രാജ്യങ്ങളിലാണ് അത് പ്രവർത്തിക്കുന്നത്. കോസ്കോ അത് USA തന്നെയാണ്, 12 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. സ്വാസ് ഗ്രൂപ്പ് അത് ജർമ്മനിയിലാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ജർമ്മനിയില് 33 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഹോം ഡോപ്റ്റ് USA-യുടെ കമ്പനിയാണ്, 3 രാജ്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. സിക്സ് എന്ന് പറഞ്ഞ ക്രൂഗറാണ് USA-യിലുള്ള, അത് വൺ നേഷനിലാണ്, അതായത് ഒരു കൺട്രിയിൽ മാത്രമാണ്. അപ്പൊ USA തന്നെ ആയിരിക്കും അത് പ്രവർത്തിക്കുന്നത്. ഇനി ആ ഒരു മാർക്കറ്റ് ഓവർവ്യൂവിൽ ഗ്ലോബൽ റീറ്റെയിലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. മാർക്കറ്റ് ഗ്രോത്ത് എടുക്കുമ്പോൾ അവർ ഗ്രോ ചെയ്യുന്നത് എക്സ്പെക്ടഡ് ടു ഗ്രോ, അതായത് എത്രയാണ് 20,298.69 ബില്യൺ ആണ് അവർ ഗ്രോത്ത്. അതായത് 2020 അതിൽ നിന്നും 2021 ആകുമ്പോഴത്തേക്കും എത്രയാണ് 22,438.7 ബില്യൺ ആണ് അവർ എക്സ്പെക്ടഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞത്. കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് എന്ന് പറഞ്ഞത് എത്രയാണ്, CAGR എന്ന് പറഞ്ഞത് 10.5% ആണ്. പിന്നെ റീജിയണൽ മാർക്കറ്റ് ഷെയർസ് 2020 നോക്കുമ്പോൾ ഏഷ്യ പസഫിക്കില് ഗ്ലോബൽ റീറ്റെയിലിംഗ് മാർക്കറ്റ് നമ്മൾ എടുത്ത് 35% ആണെങ്കിൽ നോർത്ത് അമേരിക്കയിൽ എത്രയാണ് 29% ആണ്. മിഡിൽ ഈസ്റ്റ് നോക്കുമ്പോൾ സ്മോളസ്റ്റ് റീജിയൻ ആണ് ഗ്ലോബൽ റീറ്റെയിലിംഗ് മാർക്കറ്റ്, അവിടെ സ്മോളസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇനി മാർക്കറ്റ് സെഗ്മെന്റേഷൻ നമ്മൾ നോക്കുമ്പോൾ മോട്ടോഴ്സ്, ഫെയർസ് അല്ലെങ്കിൽ സർവീസ് തുടങ്ങിയ അങ്ങനെ ഒരു സെക്ടേഴ്സ് കാണാം. ഫുഡ് ആൻഡ് ബിവറേജസ് ആ ഒരു രീതിയിൽ കാറ്റഗറൈസ് ചെയ്തേക്കുന്ന കാണാം. ഗസലൈൻ സ്റ്റേഷൻസ് ഉണ്ട്, മിസ്ലേനിയസ് സ്റ്റോർ റിസോഴ്സ് റീറ്റെയിലേഴ്സ് ഉണ്ട്. അങ്ങനെ പല പല കാറ്റഗറീസ് ആയിട്ട് ഈ ഒരു റീറ്റെയിലിംഗ് ഷോപ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ പേഴ്സണൽ കെയർ സ്റ്റോർസ്, നമുക്ക് കോസ്മെറ്റിക്സിന്റെ ഒക്കെ ഒരുപാട് റീറ്റെയിലിംഗ് ഷോപ്സ് കാണും. ക്ലോത്തിങ്ങിന്റെ ഉണ്ട്, അതിന്റെ ആക്സസറീസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് അപ്ലയൻസസിന്റെ ഉണ്ട്, ഫർണിച്ചർ ആൻഡ് ഹോം ഫർണിഷിംഗ് സ്റ്റോഴ്സ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, ഹൈപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, കൺവീൻസ് അല്ലെങ്കിൽ മോം ആൻഡ് പോപ്പ് സ്റ്റോഴ്സ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ഉണ്ട്, ജനറൽ മെക്കൻഡൈസ് സ്റ്റോഴ്സ് ഉണ്ട്, ഇ കൊമേഴ്സ് ഉണ്ട്, നോൺ സ്റ്റോർ റീറ്റെയിലേഴ്സ് ഉണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഗാർഡൻ എക്യുപ്മെന്റ്സ് വിൽക്കുന്ന റീറ്റെയിലിംഗ് ഷോപ്സ് ഉണ്ട് ഗ്ലോബൽ ഇതില്, ഫാർമസീസ് ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്, സ്പോർട്സ് റിലേറ്റഡ് അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഗുഡ്സിന്റെ ഉണ്ട്, ഹോബീസിന്റെ ഉണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ബുക്സ്, അങ്ങനെ എക്സെട്ര നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇനി ഇതിന്റെ ഒരു ഇന്ത്യയിലെ റീറ്റെയിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏത് രീതിയിലാണെന്നുള്ളത്. ഇന്ത്യയിലെ ഡെമോഗ്രാഫിക് അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ ലാർജ് എഡ്യൂക്കേറ്റഡ് ആൻഡ് സ്പെൻഡിങ് യൂത്ത് പോപ്പുലേഷൻ ആണ് നമുക്ക് കാണാം. ഒരുപാട് ലാർജ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒരു സ്പെൻഡിങ് യൂത്ത് പോപ്പുലേഷനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. ഗ്ലോബലി നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ UNFPA നമുക്ക് എന്താണ് ആ ഒരു രീതി ആണിത് മോജ് ചെയ്തിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് UNFPA, അതായത് ഒരു ഗ്ലോബലി ഉള്ള ഒരു ഇത് പ്രകാരം നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ യങ്ങസ്റ്റ് പോപ്പുലേഷൻ വളരെയധികം ഉള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പൊ നമുക്കറിയാം ഒരുപാട് പോപ്പുലേഷൻ യങ്ങായിട്ടുള്ള വ്യക്തികളാണ് നമ്മുടെ അടുത്തുള്ളത്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു കൂട്ടം ആളുകൾ ഇരിക്കുന്നു അവിടെ. നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ കാണുന്ന ഒരു രോഗമാണ് 2K കിഡ്സ്, 90s കിഡ്സ്, ആ ഒരു രീതിയിൽ അവർ രണ്ടുപേരും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിഫറൻസ്. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ യങ്ങായിട്ടുള്ള പോപ്പുലേഷൻ കൂടുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന, അവർ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് വേർഷൻസ് ആയിരിക്കും മൊബൈല് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽസ്, അവർ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളത് ചേഞ്ചിങ് ആണ്. സോ ഇതൊക്കെ എന്തിനെ എഫക്ട് ചെയ്യും? റീറ്റെയിലിംഗിന്റെ ഒരു ഗ്രോത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, അതായത് ഗ്ലോബൽ ബ്രാൻഡ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഇപ്പൊ ഒരുപാട് നമുക്ക് ഗ്ലോബൽ ബ്രാൻഡ്സ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആണ്. സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രോ ചെയ്യുന്നതിന്റെ ഒരു കാരണം ഈ പറഞ്ഞ പോലെ ഒരു യങ്ങസ്റ്റ് പോപ്പുലേഷൻ ഒക്കെയാണ് ഇന്ത്യയിൽ ഒരുപാട് അത് എമേർജ് ചെയ്യുന്നുണ്ട്. അതായത് റിലയൻസ് റീറ്റെയിൽ, ഫ്യൂച്ചർ റീറ്റെയിൽ, ഡിമാർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റാപ്പിഡ് ആയിട്ട് ഇന്ത്യയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. റിലയൻസ് ഒക്കെ നമുക്കറിയാം നമ്മുടെ ഇവിടെ ഉള്ള ഒരു ബ്രാൻഡ് തന്നെ, റീറ്റെയിലിംഗ് ബ്രാൻഡാണ്. ഡിമാർട്ടിലൊക്കെയാണ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് റീറ്റെയിൽ സെക്ടേഴ്സ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇത് നമ്മുടെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സർട്ടൺ സെക്ടേഴ്സിൽ FDI 100% അലോ ചെയ്യും. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് FDI സെലക്ടഡ് ആയിട്ടുള്ള ക്യാപ്സ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അപ്രൂവൽ റൂട്ട്സിൽ ഇൻക്രീസും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ ഗവൺമെന്റ് പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്പോസിബിൾ ഇൻകംസ് ഒക്കെ റൈസ് ചെയ്യുന്നത് കൺസ്യൂമർ ട്രെൻഡ് അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസ് ടേസ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഫാഷൻ സ്റ്റൈൽസ്, അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓൺലൈൻ ഷോപ്പിംഗ് രീതികളൊക്കെ മാറുന്നത് നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട്. റീറ്റെയിൽ ലാൻഡ്സ്കേപ്പ്
ഓർഗനൈസ്ഡ് റീറ്റെയിൽ എന്ന് പറയുന്നത് 1.5 മില്യൺ സ്ക്വയർ ഫീറ്റിൽ നിന്നും 2001 നിന്നും 78 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് 2018 അതായത് നിങ്ങളൊന്ന് ആ ഒരു ലാൻഡ്സ്കേപ്പ് ഒന്ന് ചിന്തിക്കുക. 1.5 മില്യൺ ഉണ്ടായിരുന്നത് 2001 അതായത് ഒരു 8 വർഷം അല്ലെങ്കിൽ ഒരു 17 വർഷത്തിന് ശേഷം, അതായത് 2018 നമ്മൾ നോക്കുമ്പോൾ 78 മില്യൺ ആയിട്ടാണ് അത് മാറിയിരിക്കുന്നത്. ഒരുപാട് സിറ്റീസിൽ നമ്മൾ പറഞ്ഞ CAGR ഒരു 24.6% ആണ് സിറ്റീസിൽ ഗ്രോ ചെയ്തേക്കുന്നത്. അതായത് ഒരുപാട് അതായത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 24.6% നമ്മുടെ സിറ്റീസിൽ എന്ന് പറയുന്നത്. സ്ട്രോങ് സെക്ടേഴ്സ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? റീറ്റെയിലിംഗിൽ ഏറ്റവും ഹൈലി ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫുഡ് റീറ്റെയിൽ, അതായത് ബിഗ് ബസാർ, ഡിമാർട്ട് തുടങ്ങിയവയുണ്ട്. ക്വിക്ക് സർവീസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ്, ഡൊമിനോസ്, മാക്ഡൊണാൾഡ്സ്, അതൊക്കെ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇ കൊമേഴ്സ് ഗ്രോത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓൺലൈൻ റീറ്റെയിലിംഗ് പ്രൊജക്റ്റഡ് നമ്മൾ എത്ര ചെയ്തു? 2030 കൂടി ഒരു $350 നമ്മൾ പറയുന്നത് ബില്യനായിട്ട് മാറുമെന്നാണ് പറയുന്നത്. 2021 അത് 55 മില്യൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി ടെക്നോളജി ആൻഡ് സോഷ്യൽ ചേഞ്ചസിലേക്ക് നോക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്തിലേക്ക് നയിക്കും? പ്രൊഡക്റ്റ് ഓബ്സലൻസസിലേക്ക് കൂടുതലായിട്ട് നമ്മളെ ക്വിക്കായിട്ട് നമ്മളെ ലീഡ് ചെയ്യുകയും കൺസപ്ഷൻ പാറ്റേൺസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുകയും ഇതിന്റെ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലീസ്, വർക്കിംഗ് കപ്പിൾസ് തുടങ്ങിയ സോഷ്യൽ സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ ചേഞ്ചിലേക്ക് കാരണമാകും. ഡിക്രീസ്ഡ് കൺസെപ്ഷൻ അതായത് നമ്മുടെ ഒരു ഫാമിലി സ്ട്രക്ചർ മാറുന്നു, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി, വർക്കിംഗ് കപ്പിൾസ് തുടങ്ങി അങ്ങനെ നമ്മുടെ ഒരു ചേഞ്ച് വരുമ്പോഴത്തേക്കും ഇത് എന്തിനെ അഫക്ട് ചെയ്യും? നമ്മുടെ കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളെ അഫക്ട് ചെയ്യും, അല്ലെങ്കിൽ കൺസപ്ഷനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യും. ഇനി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അർബനൈസേഷൻ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നത് റാപ്പിഡ് ആയിട്ടുള്ള അർബനൈസേഷന് പുതിയ പുതിയ റീറ്റെയിൽ ഡെസ്റ്റിനേഷൻസ് ഇൻക്രീസ് ചെയ്യും. അതായത് അർബനൈസേഷൻ നടക്കുമ്പോഴത്തേക്കും പുതിയ പുതിയ റീറ്റെയിൽ ഡെസ്റ്റിനേഷൻ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാണ് ടെക്നോളജി. പുതിയ പുതിയ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. സോ റാപ്പിഡ് അർബനൈസേഷൻ എന്ത് ചെയ്യുന്നു? പുതിയ റീറ്റെയിൽ ഡെസ്റ്റിനേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ടയർ 3, 4 സിറ്റീസിലൊക്കെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഉണ്ട്. ഡെവലപ്മെന്റ് 3, 4 സിറ്റീസിലൊക്കെ അല്ലെങ്കിൽ ടയർ 3 അല്ലെങ്കിൽ 4 സിറ്റീസിലൊക്കെ ഡെവലപ്മെന്റും ഹൈവേസ് അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്തിനോട് അനുബന്ധമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ റീറ്റെയിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അതായത് മെട്രോപൊളിറ്റൻ സിറ്റീസിൽ നോക്കും, നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്തേക്കാളുള്ള സിറ്റീസിലായിരിക്കും കൂടുതലായിട്ട് റീറ്റെയിൽ ഷോപ്പുകൾ പെട്ടെന്ന് നമുക്ക് ഒരുപാട് അടുപ്പിച്ച് കടകൾ കാണാം. നമുക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ പോകാൻ തന്നെ അടുപ്പിച്ച് കടകളായിരിക്കും, നമ്മൾ ചൂസ് ചെയ്യണം. സോ അതാണ് അതിന്റെ റീറ്റെയിൽ ഷോപ്പിന്റെ ഗ്രോത്ത് എന്ന് പറയാം. ഇനി ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ, എന്റർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ അത് ലോ ക്യാപിറ്റൽ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ലെസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ അതുകൊണ്ട് ചെറിയൊരു ക്യാപിറ്റൽ റിക്വയർമെന്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. പുതിയ റീറ്റെയിലിംഗ് വെഞ്ചേഴ്സ് നമുക്ക് പോസിബിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എൻഹാൻസ്ഡ് ആക്സസ് ടു കൺസ്യൂമേഴ്സ് ത്രൂ ലോക്കലൈസ്ഡ് സ്മോൾ റീറ്റെയിൽ ബിസിനസ് നമുക്ക് കാണാനായിട്ട്, അതായത് കൺസ്യൂമേഴ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സ്മോൾ റീറ്റെയിലേഴ്സിലൂടെ അല്ലെങ്കിൽ ബിസിനസ്സുകാരിലൂടെ നമുക്ക് അവരെ കൂടുതലായിട്ട് അടുത്തറിയാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാറ്റഗറി വൈസ് ബ്രേക്കപ്പ് ആണ്, അതായത് ടോട്ടൽ റീറ്റെയിൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ ഇയർ 2020 ടോട്ടൽ റീറ്റെയിൽ മാർക്കറ്റിന്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ കാറ്റഗറീസ് വൈസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫുഡ് ബിവറേജസ് അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ഗ്രോസറി അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ, ഇലക്ട്രോണിക്സ്, അതേഴ്സ് എന്നുള്ളതിന്റെ ആ ഒരു കളർ നിങ്ങൾക്ക് കുറച്ച് ഡള്ളായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫുഡ് ആൻഡ് ഗ്രോസറി, ലൈഫ് സ്റ്റൈൽ, ഇലക്ട്രോണിക്സ് ആൻഡ് അതേഴ്സ് ആ ഒരു ഇതിലാണ് കാറ്റഗറി വൈസ് ബ്രേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഫുഡ് ആൻഡ് ഗ്രോസറി എന്ന് കാണിച്ചിരിക്കുന്നത് 12% ബ്ലൂ ഇല്ല, അതാണ് ഫുഡ് ആൻഡ് ഗ്രോസറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ലൈഫ് സ്റ്റൈൽ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 15%, 15%. ഇലക്ട്രോണിക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്രയാണ് ടോട്ടൽ റീറ്റെയിൽ മാർക്കറ്റിലേക്ക്? 5%. ബാക്കിയുള്ളത് അതർ സെക്ടേഴ്സിൽ നിന്നും റീറ്റെയിൽ മാർക്കറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ടയർ 3 അല്ലെങ്കിൽ ടയർ 2 സിറ്റീസിലെ റീറ്റെയിൽ ഗ്രോത്തിനെ കുറിച്ച് നേരത്തെ ഒന്ന് കണ്ടിരുന്നു അല്ലെ? അപ്പൊ അവിടെ നോക്കാം. സിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജയ്പൂർ, ചണ്ഡീഗഡ്, കാൺപൂർ, വിജയവാഡ, കോഴിക്കോട്, നാസിക് തുടങ്ങിയവ ഒരു റീറ്റെയിൽ എക്സ്പാൻഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് റീസെന്റ് ആയിട്ട്. ഓർഗനൈസ്ഡ് റീറ്റെയിൽസ് എന്നാണ് കറന്റ് ഡൊമിനന്റ് ആണ്, അതായത് 20 ഇന്ത്യൻ സിറ്റീസിൽ വളരെയധികം ഡൊമിനന്റ് ആയിട്ടുള്ളതാണ് ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ റീറ്റെയിലിംഗ് പ്രസൻസ് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ ഇസ് നോൺ ഫോർ എ ഹൈ ഡെൻസിറ്റി ഓഫ് ട്രഡീഷണൽ റീറ്റെയിൽ ബിസിനസ്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ട്രഡീഷണൽ റീറ്റെയിൽ ബിസിനസ് ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അതായത് മോം ആൻഡ് പോപ്പ് സ്റ്റോഴ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. സോ അങ്ങനെയുള്ള ഒരു ട്രഡീഷണൽ റീറ്റെയിൽ ബിസിനസ് ഒക്കെ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻക്രീസ്ഡ് കൺസ്യൂമറിസം, അവിടെ കൺസ്യൂമർ ഡിമാൻഡ്സ് ഒക്കെ ഗ്രോ ചെയ്യുന്നത് എന്തിലേക്ക് നയിക്കുന്നു? റീറ്റെയിൽ ഗ്രോത്ത്, വയേഴ്സ് ആയിട്ടുള്ള സിറ്റീസ്, ടൗൺസ് അല്ലെങ്കിൽ വില്ലേജസിലൊക്കെ ഒരു ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് അത് സാധിക്കുന്നുണ്ട്. പിന്നെ പുതിയ പുതിയ ഫോർമാറ്റ്സ് നോക്കുമ്പോൾ പുതിയ പ്രോഡക്ട്സ്, സർവീസസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഡിമാൻഡ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഡിമാൻഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നെയ്ബർഹുഡ് ആൻഡ് കൺവീനിയൻസ് സ്റ്റോറിൽ നമ്മൾ നോക്കുമ്പോൾ നെയ്ബർഹുഡ് സ്റ്റോഴ്സ് എന്ത് ചെയ്യുന്നു? കാറ്റർ ടു ലോക്കൽ നീഡ്സ് കാറ്റർ ചെയ്യുന്നതിനും അതുപോലെ എന്ത് ചെയ്യുന്നു? റീറ്റെയിൽ സക്സസ് സ്റ്റോറീസിലൊക്കെ നമ്മളെ കൂടുതലായിട്ട്, അതായത് ആ ഒരു റീറ്റെയിൽ സക്സസ് സ്റ്റോറിയിലേക്ക് അത് ആഡ് ചെയ്യുന്നുണ്ട്.
ഇൻക്രീസ് ചെയ്യുന്നു. കൺവീനിയൻസ് സ്റ്റോറിംഗ് ഇപ്പൊ വളരെയധികം കൺവീനിയൻസ് സ്റ്റോർ എന്ന് പറയുന്നത് വളരെയധികം, അതായത് നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ഷോപ്പ് ചെയ്യുന്ന കൺവീനിയൻസ് സ്റ്റോർസ് ഒക്കെ പ്രിവനന്റ് അത് വളരെയധികം അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു റീറ്റെയിൽ ഫോർമാറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ ഇത്രയാണ് ജസ്റ്റ് നമ്മുടെ ആ റീറ്റെയിലിംഗ് എന്താണ് അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിയത് ആ ഒരു ടേംസ് ആണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ ടേംസ് ആൻഡ് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ നോക്കും. സോ ഇത്രയാണ് നമ്മുടെ പാർട്ട് 1 എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട്. താങ്ക് യു.